നമസ്കാരം. PS റാങ്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കഴിഞ്ഞ 17 ആഗസ്റ്റ് 2024 നടന്ന LDC രണ്ടാം ഘട്ടം, അതായത് കൊല്ലം, കണ്ണൂർ ജില്ലകളിലേക്കുള്ള 503/2023 കാറ്റഗറിയിലുള്ള PSC പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ വന്നിട്ടുണ്ട്. ആ ആൻസർ കീ പ്രകാരം A വേർഷനിലുള്ള ചോദ്യങ്ങളിൽ വന്നേക്കണ മാറ്റാണ് പറയാൻ പോണത്. അതിൽ 18ാമത്തെ ചോദ്യമായിട്ടുള്ള നീതി ആയോഗിൻ്റെ ചുമതലകൾ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതെന്നുള്ളത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ 21ാമത്തെ മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട ചുവടെ ചേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത്, അതും ഡിലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ 26 ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന ഏത്, ആ ക്വസ്റ്റ്യനും ഡിലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ 29ാമത്തെ ചോദ്യം ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന ശരിയായ പ്രസ്താവന ഏത് എന്നുള്ളതിന് D ആയിരുന്നു മുൻപിലത്തെ പ്രൊവിഷണൽ ആൻസർ കീ പ്രകാരമുള്ള ഉത്തരമെങ്കിൽ ഇപ്പോഴത് 3 ആയിട്ടുണ്ട്. ഉപരാഷ്ട്രപതി 5 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ്. പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത് പോലെയാണ് ഉപരാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള 3 ഓപ്ഷനും ശരിയാണ്. അതായത് C ആയിട്ട് ആൻസർ മാറിയിട്ടുണ്ട്. പിന്നെ 38ാമത്തെ ചോദ്യം ജനിതക എഡിറ്റിംഗ് സാങ്കേതികതയായ CRISPR-Cas9 ഏത് മേഖലയിലാണ് വലിയ പ്രതീക്ഷ നൽകുന്നത്, ആ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ആയിട്ടുണ്ട്. 46ാമത്തെ ചോദ്യം താഴെ പറയുന്നവയിൽ ഇന്ത്യയിലെ സൗരോർജ്ജ വികസനത്തിനായുള്ള സ്ഥാപനം അല്ലെങ്കിൽ പദ്ധതി അല്ലാത്തത് ഏതാണ്, ആ ക്വസ്റ്റ്യനും ഡിലീറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ 66ാമത്തെ ചോദ്യം ഗാർഹിക പീഡനത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണ നിയമം 2005 പ്രകാരം ഇരകളെ നേരിട്ട് ഉപദേശിക്കാൻ ആർക്കാകും എന്നുള്ള ആ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ 81ാമത്തെ ചോദ്യം ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്പെല്ലിംഗ് എന്നുള്ളത് ആ ചോദ്യം ഡിലീറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ 84ാമത്തെ ഫാസിമിലി മീൻസ് എന്നുള്ള ആ ചോദ്യം ഡിലീറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ 87 ലെപ്റ്റോസ്പൈറോസിസ് ഈസ് റിലേറ്റഡ് വിത്ത് എന്നുള്ള ചോദ്യം, ആ ചോദ്യവും ഡിലീറ്റഡ് ആക്കിയിട്ടുണ്ട്. അപ്പം ഇത്രയും ചേഞ്ചാണ് A വേർഷനിലുള്ളതിൽ വരുത്തിയിട്ടുള്ളത്. അതായത് ഒരു ക്വസ്റ്റ്യൻ എൻ്റെ ആൻസർ തിരുത്തിയിട്ടുണ്ട്. 9 ചോദ്യം ഡിലീറ്റഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, ഒരു ചോദ്യം തിരുത്തിയിട്ടുണ്ട്, 9 ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിട്ടുണ്ട്. അതായത് 91ലായിരിക്കും ഫൈനൽ സ്കോർ വരാൻ പോണത്. ഇനി ഇത് B വേർഷനിലുള്ളവർക്കാണെങ്കിൽ 15ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീറ്റഡ് ആയിട്ടുണ്ട്, 22 ഡിലീറ്റഡ് ആയിട്ടുണ്ട്, 25ൻ്റെ ഉത്തരം C ആണ്, 31 ഡിലീറ്റഡ് ആയിട്ടുണ്ട്, 36 ഡിലീറ്റഡ് ആയിട്ടുണ്ട്, 44 ഡിലീറ്റഡ് ആയിട്ടുണ്ട്. പിന്നെ 64ാമത്തെ ഡിലീറ്റഡ് ആണ്, 82 ഡിലീറ്റഡ്, 85, 89 ഇത്രയും ചോദ്യങ്ങൾ, അതായത് 9 ചോദ്യം ഡിലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി C വേർഷനിലുള്ളവർക്ക് 14, 20 രണ്ടും ഡിലീറ്റഡ് ആയിട്ടുണ്ട്. 23ാമത്തേൻ്റെ ആൻസർ C ആയിട്ടുണ്ട്. പിന്നെ 29, 34, 43, 70, 83, 87, 90 ഇത്രയും ചോദ്യങ്ങൾ ഡിലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി D വേർഷനിലുള്ളവരെ സംബന്ധിച്ചാണെങ്കിൽ 13ാമത്തെ ചോദ്യം ഡിലീറ്റഡ് ആണ്,
21ാമത്തെ ആൻസർ സി ആയി മാറിയിട്ടുണ്ട്. പിന്നെ 27, 32, 40, 42, 69, 81, 85, 88. അപ്പം ഇത്രയും ചോദ്യങ്ങളാണ് ഡിലീറ്റഡ് ആയിട്ടുള്ളത്. അതായത് എല്ലാ വേർഷനിൽ നിന്നും 9 ചോദ്യങ്ങൾ ഡിലീറ്റഡും 1 ചോദ്യം കറക്ഷനും ഉണ്ട്. അപ്പോൾ ഇത്രയാണ് കൊല്ലം, കണ്ണൂർ ജില്ലകളിലെ PSC നടത്തിയ ക്ലർക്ക് പരീക്ഷയുടെ കൊല്ലം, കണ്ണൂർ ജില്ലകളിലെ 503/2023 കാറ്റഗറികളിലെ ഫൈനൽ ആൻസർ കീയിലേക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ഇത് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.